അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഉപ്പ സീനാണ്. പുതുതലമുറയുടെ പുതിയ വാക്കാണിത്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ പലപ്പോഴും ഒരു കാർക്കശക്കാരന്റെ കുപ്പായം എടുത്തണിയാറുണ്ട്. പരുഷമായ സാഹചര്യങ്ങളിൽ ഉപ്പ പോലും അറിയാതെ എടുത്തണിഞ്ഞതാകാം അത്. എല്ലാവരും അവരുടെ പ്രശ്നങ്ങളിൽ പരിഭവം പറയുന്നത് അയാളോടാണ്. ഭാര്യയും മക്കളും സഹോദരിമാരും എല്ലാം പറയുന്നത് മൗനിയായി കേൾക്കുന്ന ഒരാൾ. പരിഹാരം പറയുകയും സ്വാന്തനിപ്പിക്കുകയും ചെയ്യുന്ന ആൾ. എല്ലാ പ്രശ്നങ്ങളും സ്വയം ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നയാൾ. അതെ, കുടുംബത്തെ പോറ്റാൻ വേണ്ടി തന്നെയാണ് പൊതുവിലത്തിറങ്ങി പണിയെടുക്കുന്നത്. പരുഷമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നതിലായിരിക്കാം ഉപ്പാക്ക് ആ ഗൗരവഭാവമുള്ളത്. കുടുംബത്തിൽ ഒരാൾ മരിച്ചാൽ പോലും ഉപ്പ കരയാതിരിക്കാൻ ശ്രമിക്കും, കുടുംബത്തെ ആശ്വസിപ്പിക്കും. ഞാനൊരു സംഭവം പറയാം. ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന ഉപ്പ കുടുംബത്തെ ആളുകളും ഭക്ഷണവും ഇല്ലാത്ത ഒരു താഴ്വരയിൽ കഅബയുടെ മുറ്റത്ത് ഉപേക്ഷിച്ച് പോരുമ്പോൾ പോലും അദ്ദേഹം കരയുന്നില്ല. ഒരു ഗൗരവക്കാരനെ പോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ മൗനിയായി നിൽക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാം. അള്ളാഹു ആണോ തങ്ങളോട് ഇത് കൽപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് മാത്രം പറഞ്ഞ് കഅബയുടെ ചാരയുള്ള മലമുകളിലേക്ക് കയറിപ്പോകുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ നിലവിളികൾ ആരും കേൾക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഹൃദയം പിടഞ്ഞ് ആ ഉപ്പ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഞങ്ങളുടെ രക്ഷിതാവേ, എന്റെ സന്തതികളിൽ നിന്ന് ചിലരെ കൃഷിയൊന്നും ഇല്ലാത്ത ഒരു താഴ്വരയിൽ അഥവാ നിന്റെ പവിത്രമായ ഭവനത്തിന്റെ കഅബയുടെ അടുത്ത് ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, അവർ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതിനാൽ അവർക്ക് നീ മനുഷ്യരിൽ ചിലരുടെ മനസ്സുകളിൽ നീ അവരോട് ചായ്വുള്ളതാക്കുകയും അവർക്ക് കായ്ക്കനികളിൽ നിന്ന് ഉപജീവനം നൽകുകയും ചെയ്യണമേ. അവർ നന്ദി കാണിച്ചെന്ന് വരും. അതെ, നമ്മൾ എത്ര തവണ ഉംറയും ഹജ്ജും ചെയ്തവരാണെങ്കിലും വീണ്ടും വീണ്ടും അങ്ങോട്ട് പോവാൻ തോന്നാറുണ്ടല്ലോ. അതങ്ങനെയാണ്. മനുഷ്യരിലെ ചിലരുടെ മനസ്സിന് ചായ്വുള്ളതാക്കണേ എന്ന് ഒരു ഉപ്പ നെഞ്ചുപൊട്ടി പ്രാർത്ഥിച്ചതിന് ഫലമാക്കി കൊടുക്കും അള്ളാഹു. അതെ, ഉപ്പ വേറെ ലെവലാണ് മക്കളെ.